When I Think of Myself by Maya Angelou and Simon D. Beauvoir's Social and Historical Construction of Gender. അതാണ് ഫിലോസഫി ഫോർ ലിറ്ററേച്ചറിലെ ലാസ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സൈമൺ ഡി ബെവർ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫിലോസഫർ, റൈറ്റർ, ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആണ്. ആൻഡ് ഷീ ഇസ് നോൺ ഫോർ ഹർ ബുക്ക് ദ സെക്കൻഡ് സെക്സ്. അതായത് സ്ത്രീകൾ എങ്ങനെ ഒപ്രസ്ഡ് ആവുന്നു, അവരെങ്ങനെ ഈ ഒപ്രഷനെ നാച്ചുറലി അക്സെപ്റ്റ് ചെയ്യുന്നു, ആൻഡ് ഈ ഒരു ഒപ്രഷൻ എങ്ങനെ അൺഅവോയ്ഡബിൾ ആയിട്ട് മാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ബുക്ക് എക്സാമിൻ ചെയ്യുന്നത്. ആൻഡ് എങ്ങനെയാണ് ഈ ഒരു ജെൻഡർ റോൾസ്, അതായത് ഈ പേട്രിയാർക്കൽ സൊസൈറ്റി എങ്ങനെയാണ് ഈ ജെൻഡർ റോൾസ് കൺസ്ട്രക്റ്റ് ചെയ്തത്, ആൻഡ് ഹൗ ഈ വുമൺ എന്നുള്ള കാറ്റഗറി എങ്ങനെയാണ് അതറായി മാറിയത്, അവരെങ്ങനെയാണ് മാർജിനലൈസ്ഡ് ആയി മാറിയത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സോ ഇതിനകത്ത് അവരൊരു ക്വട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് സൈമൺ ബിവർ. വൺ ഇസ് നോട്ട് ബോൺ എ വുമൺ ബട്ട് റാദർ വൺ ബിക്കംസ് എ വുമൺ. അതായത് നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, സ്ത്രീയുടേതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അതായത് ജനിച്ചാൽ ഉടനെ തന്നെ നമ്മൾ എന്താ പറയുക, ഒരു ഗേൾ ചൈൽഡായിട്ടായിരിക്കും നമ്മൾ ജനിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ എങ്ങനെയാണൊരു പെട്ടെന്ന് തന്നെ നമ്മളെങ്ങനെ ഒരു സ്ത്രീയുടേതായിട്ടുള്ള ഒരു ചട്ടക്കൂടിനകത്തായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോകുന്നത്. ഈ സൊസൈറ്റി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇഫ് യു ആർ എ വുമൺ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വളരുമ്പോഴാണ് നമ്മളിങ്ങനെ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് പറയും, ഒരു പെൺകുട്ടിയാണെങ്കിൽ പൊട്ടിടണം, വളയിടണം, ഡ്രസ്സ് അങ്ങനെ ആയിരിക്കണം, യു ഷുഡ് പ്ലേ വിത്ത് ബാർബി ഡോൾസ് അല്ലെങ്കിൽ യു ഷുഡ് പ്ലേ വിത്ത് ഡോൾസ് നോട്ട് വിത്ത് കാർസ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി നമ്മൾ വളരുന്നതിനനുസരിച്ച് സൊസൈറ്റിയുടെ ഈ ഒരു റൂൾസിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടീഷൻഡ് ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. ആ നോംസും റൂൾസും ആ സ്റ്റീരിയോടിപ്പിക്കൽ വിഷൻസ് എല്ലാം ഈ ഒരു മെയിൽ ഓറിയൻറ്റഡ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആസ് എ ഗേൾ ചൈൽഡ് എന്താണ്, നമ്മൾ ഇതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ബയോളജിക്കലി ആണെങ്കിലും സോഷ്യലി, പൊളിറ്റിക്കലി, എക്കണോമിക്കലി ആണെങ്കിലും റിലീജിയസ്ലി ആണെന്നുണ്ടെങ്കിലും സ്ത്രീ എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് കൺസ്ട്രക്ഷനുണ്ട്. അതായത് വിമൻ എന്ന് പറയുന്നത് ബയോളജിക്കലി കേപ്പബിൾ ഓഫ് ബെയറിങ് ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. പേട്രിയാർക്കൽ സൊസൈറ്റിയാണ് ഈ ഒരു നോഷൻ ഓഫ് മദർഹുഡ് പറയുന്നത്. അതൊരു സ്ത്രീ പ്രസവിച്ചാൽ മാത്രമേ അവരൊരു സ്ത്രീയായി മാറുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഈ അൺവാണ്ടഡ് നോഷൻസ് എന്ന് പറയുന്നത് ഈസ് ബീങ് ക്രിയേറ്റഡ് ബൈ ദി പേട്രിയാർക്കൽ സൊസൈറ്റി ഫോർ ഷുവർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു നോംസ് അല്ലെങ്കിൽ ഈ ഒരു നോഷൻസ്, സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള ഈ നോഷൻസ് ഒക്കെ എങ്ങനെയാണ് ഈ സ്ത്രീകളുടേതായിട്ടുള്ള ഒപ്രഷന് വേണ്ടി കാരണമാകുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സൈമൺ ടി ബിവർ പറയുന്നതെന്ന് വെച്ചാൽ പേട്രിയാർക്കൽ സൊസൈറ്റി എങ്ങനെയാണ് സ്ത്രീയെ അതറായിട്ട് കാണുന്നത്, മേക്കിംഗ് യൂസ് ഓഫ് ദി സെക്ഷുവൽ ഡിഫറൻസ്. അതായത് ബയോളജിക്കലി സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് ഇനിക്വാളിറ്റി ഉള്ളതുകൊണ്ട്, ബോഡി വൈസ് ആണെന്നെങ്കിൽ ഇനിക്വാളിറ്റി ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഇവർ ഫസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ബയോളജിക്കലി സ്പീക്കിംഗ് പേട്രിയാർക്കി പറയുന്നത് വിമൻ ആർ അൺഈക്വൽ ടു മെൻ എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ സൈമൺ ടി ബിവർ പറയുന്നത് സെക്സ് എന്ന് പറയുന്ന കാര്യവും ജെൻഡർ എന്ന് പറയുന്ന കാര്യം രണ്ടും രണ്ടാണ്. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ആണെങ്കിലും ജെൻഡർ എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ കാറ്റഗറിയാണ്. അതെന്ന് പറയുന്നത് ഈ മെയിൽ ഓറിയൻറ്റഡ് സൊസൈറ്റി കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതാണ് അവരുടെ സുപ്പീരിയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. അതായത് ഒരു 1990s അല്ലെങ്കിൽ 1980s മുന്നേ വരെ, അതായത് ഈ ജെൻഡർ സ്റ്റഡീസിൻ്റെ ഒരു കൾമിനേഷന് മുന്നേ വരെ സെക്സ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ടേംസ് സിമിലർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, സിനോണിമസ് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്സ് എന്ന് പറഞ്ഞാൽ, ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, ഇത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ പിന്നീട് ആഫ്റ്റർ ദി കൾമിനേഷൻ ഓഫ് ദിസ് ഫെമിനിസം അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്യൂർ സ്റ്റഡീസ് ഒക്കെ വന്നപ്പോഴാണ് സെക്സ് എന്ന് പറയുന്നതും ജെൻഡർ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണെന്നും, സെക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബയോളജിക്കലായിട്ടൊരു കാര്യമാണ്, റിലേറ്റഡ് ടു അവർ ബോഡി ആണെന്നും, ജെൻഡർ എന്ന് പറയുന്നത് സൊസൈറ്റി തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു കൺസ്ട്രക്റ്റ് മാത്രമാണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഈ ഒരു LGBTQ ഇഷ്യൂസൊക്കെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വരവോട് കൂടിയാണ് മനസ്സിലാക്കിയത് ജെൻഡർ എന്ന് പറയുമ്പോൾ അപ്പോൾ വാട്ട് വി ഫീൽ ഇൻസൈഡ് അതാണ് നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ത്രീയുടെ ദേഹവും മനസ്സിലൊരു പുരുഷൻ്റേതായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ജെൻഡർ സ്ത്രീ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല, അല്ലേ? അപ്പം ആ ഒരു ഡിഫറൻസ് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സൈമൺ ഡി ബിവറിനെ പോലെയുള്ള ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ തിയറിസ്റ്റുകളാണ് ഈ ഒരു ഡെഫിനിഷൻ, ഈ ഒരു ഡിസ്റ്റിങ്ഷൻ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്ത് പറഞ്ഞത്. ജെൻഡർ എന്ന് പറയുന്ന വെറും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് മാത്രമാണ്. സോ മാൻ വുമൺ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കാറ്റഗറി അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സ്ത്രീകളെ അതായത് സോഷ്യലി കണ്ടീഷൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു സ്ത്രീ ആവണം എന്നുണ്ടെങ്കിൽ ഇന്ന റൂൾസൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ
അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻഫീരിയർ അതറായിട്ട് മാറുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു വർക്കിനകത്ത് നമ്മുടെ സൈമൺ ടി ബിവർ പറഞ്ഞിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു സമ്മറി പോലെ. ഫെമിനിസം എന്ന് പറഞ്ഞൊരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഈ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നു, അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ഈക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറിയാണിത്. ഓക്കെ, അപ്പോൾ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയും എങ്ങനെയാണ് ഇവർ വിമൻ്റെ വോയിസിനെ സൈലൻസ് ചെയ്തതെന്നും എങ്ങനെയാണ് ഇവർ സ്ത്രീകളെ വളരെ പാസീവായിട്ടും മാർജിനലൈസ്ഡ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നതെന്നും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു തിയറിയാണിതെന്ന് പറയുന്നത്. 3 phases അല്ലെങ്കിൽ 3 waves ആയിട്ടാണിത് വന്നത്. ഫസ്റ്റ് വേവ് എന്ന് പറയുന്ന പൊളിറ്റിക്കലായിട്ട് വന്നു, വോട്ടിംഗ് റൈറ്റ്സോടുകൂടി. സെക്കൻഡ് വേവ് എന്ന് പറയുന്ന കൾച്ചറലായിട്ട് വന്നു. തേർഡ് വേവ് എന്ന് പറയുന്നത് അക്കാഡമിക്കലി വന്നു. ഇപ്പോൾ ഫസ്റ്റ് വേവ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഈക്വാളിറ്റി ആയിരുന്നു ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വേവിനകത്ത് വരുന്നതിൻ്റെ ബുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് വിർജീനിയ വൂൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊരു ബുക്കാണ്. ഓക്കെ, പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മേരി വൂൾസ്റ്റോൺ ക്രാഫ്റ്റിൻ്റെ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വിമൻ, അതായത് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നത്. സെക്കൻഡ് വേവ് ഫെമിനിസം 1960s വന്നത്. അതൊരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അവിടെ ഉള്ള ആ സെക്കൻഡ് വേവ് ഫെമിനിസത്തിലുള്ളൊരു വർക്കാണ് സൈമൺ ടി ബിവേറിൻ്റെ ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇതിനകത്ത് വേറെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ട്. അതായത് സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു വേവിനകത്ത്, ഈ ഒരു ഫേസിൽ. പിന്നെ അതുപോലെ തന്നെ കേറ്റ് മില്ലറ്റിൻ്റെ സെക്ഷൽ പോളിറ്റിക്സ് എന്നുള്ള വർക്കൊക്കെ ഈ ഒരു വേവിനകത്ത് വന്നെയാണ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് 1980s ആഫ്റ്ററിന് ശേഷം വന്നതാണ് തേർഡ് ഫേസ്. അതായത് ഈ ഫെമിനിസവും ബാക്കിയുള്ള ഡിസിപ്ലിൻസും ആയിട്ടുള്ളൊരു കണക്ഷനെയാണ് കാണിക്കുന്നത്. ഫെമിനിസവും പോസ്റ്റ് സ്ട്രക്ചറലിസവും ഫെമിനിസവും കൊളോണിയലിസവും ഫെമിനിസവും സൈക്കോ അനാലിസിസും ഫെമിനിസവും മാർക്സിസവും ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇത് എക്സാമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേജർ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഹെലൻ കിക്സോ വരുന്നുണ്ട്, ജൂലിയ ക്രിസ്റ്റേവ ഒക്കെ വരുന്നുണ്ട്. അതായത് ഫീമെയിൽ ലാംഗ്വേജിനെയും ഫീമെയിൽ ബോഡിയൊക്കെ നല്ല രീതിയിൽ ഇവർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1980s ശേഷമാണ് ജെൻഡറും സെക്സും തമ്മിലുള്ളൊരു ഡിഫറൻസ് വരുന്നതും ഒക്കെ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു ഫെമിനിസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ജൂഡിത്ത് ബട്ട്ലറാണ്. അവരുടെ വർക്കായിട്ടുള്ള ജെൻഡർ ട്രബിളിൽ നല്ല രീതിയിൽ ജെൻഡർ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ജെൻഡർ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഫിക്സഡ് റോളല്ല, ജെൻഡർ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രം ആണെന്ന് അങ്ങനെയുള്ള രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് വെറും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് പറയുന്നു. നമുക്ക് പഠിക്കാനുള്ള മായ ഏഞ്ചലോയുടെ പോയം എന്ന് പറയുന്നത് വെൻ ഐ തിങ്ക് ഓഫ് മൈസെൽഫ് എന്നാണ്. അതിനകത്ത് എങ്ങനെയാണ് ഈ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മായ ഏഞ്ചലോ ഒരു അമേരിക്കൻ പോയിറ്റാണ്, സ്റ്റോറി ടെല്ലറാണ്, ഓട്ടോബയോഗ്രഫറാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ നോൺ എസ് ഹോളിവുഡ്സ് ഫസ്റ്റ് ഫീമെയിൽ ബ്ലാക്ക് ഡയറക്ടർ. ആൻഡ് ഓൾസോ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി, റേഷ്യൽ ഡിസ്ക്രിമിനേഷന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ് മായ ഏഞ്ചലോ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പോയം എന്ന് പറയുന്നത് 2 ഒപ്രസ്ഡ് കാറ്റഗറീസ് ഇൻ ദ വേൾഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഒന്നെന്ന് പറയുന്നത് ബ്ലാക്ക് കമ്മ്യൂണിറ്റി ആൻഡ് അനദർ വൺ ഇസ് വിമൻ. അപ്പോൾ ഇവിടെ പോയിട്ട് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊനൗൺ യൂസ് ചെയ്തിരിക്കുന്നത് ആ സ്ട്രഗിൾസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ. മൈസെൽഫ് എന്ന് പറയുന്നത് പക്ഷേ ഒരു സിംഗിൾ പേഴ്സണെ കുറിച്ചല്ല പറയുന്നത്, ദ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് വിമനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡബിൾ ഓപ്പറേഷൻ നേരിടുന്ന ഒരു കാറ്റഗറിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡബിൾ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ബ്ലാക്ക് വുമണും അതുപോലെ തന്നെ ആസ് എ വുമണും. ബ്ലാക്ക് വുമൺ എന്ന് പറയുമ്പോൾ അവർ റേഷ്യൽ അല്ലെങ്കിൽ കളർ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നു. രണ്ടാമത്തേത് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സെക്സ് അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ബോഡി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആസ് എ വുമൺ. ഓക്കെ, അപ്പോൾ ഐറോണിക്കലി ഇതിനകത്ത് പോയറ്റ് ഇങ്ങനെ കണ്ടീഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി പറഞ്ഞു പോവുകയാണ്. കണ്ടീഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ബ്ലാക്ക് വംശജയാണ്. സോ ആസ് എ ബ്ലാക്ക് വുമൺ ഇവരെന്തൊക്കെ ഫേസ് ചെയ്യുന്നു, അതുപോലെ ആസ് എ വുമൺ ഇവരെന്തൊക്കെ ഫേസ് ചെയ്യുന്നു, അങ്ങനെ ഡബിൾ ഓപ്പറേഷനാണ് ഫേസ് ചെയ്യുന്നത്. ആൻഡ് ഷീ കൺസിഡേഴ്സ് ഹർ ലൈഫ് ആസ് എ ബിഗ് ജോക്ക്. കാരണം ഈ ഒരു പോയതിനകത്ത് പറയുന്നുണ്ട് ലൈഫ് ഒരു ബിഗ് ജോക്ക് ആണെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് തോന്നുമ്പം എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സിംഗ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ എനിക്ക് സിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. പകരം പേട്രിയാർക്കി കുറച്ച് റൂൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് എനിക്ക് വാക്ക് ചെയ്യാനും എനിക്ക് സിംഗ് ചെയ്യാനും എനിക്ക് സ്പീക്ക് ചെയ്യാനും സാധിക്കുന്നുള്ളൂ. ഇത് തന്നെയാണ് ഒരു സ്ത്രീയുടെ ഒരു പ്രെഡിക്കമെൻ്റ് എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഇതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് അവരുടെ ലൈഫ് എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകൾ കൺട്രോൾ ചെയ്യുന്നത്, എസ്പെഷ്യലി മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്.
ഓക്കെ, അതായത് ഒരു ബ്ലാക്ക് സ്ത്രീ എങ്ങനെയാണ് വൈറ്റ് പീപ്പിളിൻ്റെ കയ്യിൽ കിടന്ന് സബ്ജുഗേറ്റഡ് ആവുന്നതെന്നും അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ കീഴിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നതെന്നുമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നമുക്കിനി പോയത്തിലോട്ട് കിടക്കാം. സോ വെൻ ഐ തിങ്ക് അബൌട്ട് മൈസെൽഫ്, ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത് എന്നാണ് പോയറ്റ് പറയുന്നത്. എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ബിഗ് ജോക്കായി മാറിയിരിക്കുന്നു. ഞാൻ എന്താണ് ഡാൻസ് കളിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അവരെന്നെക്കൊണ്ട് നടത്തിക്കുകയാണ് ചെയ്യുന്നത്. പാട്ട് പാടണമെന്ന് വിചാരിക്കുമ്പോൾ എന്നെക്കൊണ്ട് അവർ സംസാരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എനിക്കെന്താണോ ഇഷ്ടം എന്നുള്ള രീതിയിൽ എനിക്ക് ലൈഫ് ലിവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഈ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഈ ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഞാൻ അതുകൊണ്ട് എൻ്റെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഇല്ല എന്നാണ് എനിക്ക് സ്വയം തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ റിഡിക്കുലസ് ആയിട്ടാണ് തോന്നുന്നത്. ബാക്കിയുള്ളവർ ആസ് എ പപ്പറ്റ് ഞാനിങ്ങനെ ബാക്കിയുള്ളവരുടെ കൺട്രോളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 60 വർഷമായി. അപ്പോൾ അതായത് ഞാൻ എനിക്ക് വേണ്ടി, അതായത് ഞാനൊരു പെൺകുട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുവാണ്, ഒരു വൈറ്റ് ഗേളിന് വേണ്ടി. അവളെ പോലും ഞാൻ വിളിക്കുന്നത് എന്താണ്, യെസ് മാം എന്നാണ് വിളിക്കുന്നത്. ടു പ്രൗഡ് ടു ബെൻഡ് അല്ലെങ്കിൽ ടു പുവർ ടു ബ്രേക്ക് എന്നാണ് സ്വയം ഈ ഒരു പോയറ്റ് ആ ഒരു സ്ത്രീയുടെ കണ്ടീഷനെ കുറിച്ച് പറയുന്നത്. ഞാനിങ്ങനെ എന്താണ് എനിക്ക്, അതായത് ഈ ഒരു വൈറ്റ് ഗേളിൻ്റെ കുഞ്ഞു കുട്ടിയെ പോലും ഞാൻ എന്തെന്നാണ് വിളിക്കുന്നത്, വർക്കിൻ്റെ, അതായത് വർക്കർ ആയതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ പോലും യെസ് മാം എന്നാണ് വിളിക്കുന്നത്. ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനേഷനെ കുറച്ചുകൂടി അണ്ടർലൈൻ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വൈറ്റ് കുട്ടിക്ക് വേണ്ടിയാണ്, ഇവർ വൈറ്റ് ഫാമിലിക്ക് വേണ്ടിയാണ് ഒരു ബ്ലാക്ക് സ്ത്രീ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും മാം എന്നും സാറെന്നും വിളിച്ചാലേ പറ്റൂ. കുട്ടിയാണെന്നുണ്ടെന്ന് നോക്കാനതും അങ്ങനെ അതുകൊണ്ട് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊന്നും നമുക്കങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ആൻഡ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ചിരിയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഇവർ പറയുന്ന സ്റ്റോറീസ് എല്ലാം കള്ളങ്ങളാണെന്നാണ് പറയുന്നത്. അവർ തന്നെ എന്തു പറയും, ഓരോ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യും ഞങ്ങളെക്കുറിച്ച്, എന്നിട്ട് അവർ തന്നെ എന്ത് ചെയ്യും, അത് തന്നെ സ്പ്രെഡ് ചെയ്ത് നടത്തും. ഓക്കെ, സോ ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫോക്സിനെയാണ് ഓർമ്മ വരുന്നത്. അതായത് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെയാണ് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് പോയം എൻഡ് ചെയ്യുന്നത്. ഈ ഒരു പോയം എന്ന് പറയുന്നത് പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ എന്തൊക്കെ അനുഭവിക്കുന്നു, അതുപോലെ തന്നെ വൈറ്റ് പീപ്പിളിൻ്റെ സപ്രഷനിൽ ബ്ലാക്ക് പീപ്പിൾ അല്ലെങ്കിൽ എസ്പെഷ്യലി ബ്ലാക്ക് സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആൻഡ് എന്തുകൊണ്ടാണ് ഇവരിവിടെ പറയുന്നത് ഈ ഒരു ജോക്ക്, എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്ന ബിഗ് ജോക്കാണെന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത്? ഇവർക്ക് ഫ്രീഡം ഇല്ല, ഇവർക്ക് എങ്ങനെ ലൈഫ് എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും ഇവർക്ക് യാതൊരു വിധത്തിലുള്ളൊരു സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവരുടെ ലൈഫ് ഒരു ബിഗ് ജോക്കാണെന്ന് പറയുന്നത്. ബിക്കോസ് ഹെർ ലൈഫ് എന്ന് പറയുന്നത് ഇസ് കൺസ്ട്രക്റ്റഡ് ഫോർ ഹർ ബൈ ദി സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പേട്രിയാർക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ വൈറ്റ് കമ്മ്യൂണിറ്റിയാണ് തീരുമാനിക്കുന്നത് ഇവളെങ്ങനെ നടക്കണമെന്നും ചിരിക്കണമെന്നും പാട്ട് പാടണമെന്നും ഡാൻസ് കളിക്കണം എന്നൊക്കെ. ഓക്കെ, അവളുടെ ലൈഫ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരാളാണ്. സോ അവളുടെ ഇൻഡിവിജ്വാലിറ്റി ഇല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ഇവൾക്ക് സ്വയം ഇവളുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ജോക്ക് പോലെയാണ് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. ഞാനല്ല ഡിസിഷൻസ് എടുക്കുന്നത്, അവരാണ് ഡിസിഷൻസ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ലൈനുണ്ട്, ദേ ഗ്രോ ദ ഫ്രൂട്ട് ബട്ട് ഈറ്റ് ദ റൈൻഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ബ്ലാക്ക് പീപ്പിളിനെ എങ്ങനെയാണ് മാസ്റ്റേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബ്ലാക്ക് പീപ്പിളാണ് ഫ്രൂട്ട്സ് ഗ്രോ ചെയ്യുന്നത്, പക്ഷേ അവർക്ക് അതിൻ്റെ സ്ക്രാപ്പ്, അതായത് വേസ്റ്റ് മാത്രമാണ് കഴിക്കാൻ കിട്ടുന്നത്. ഇതാണ് ബ്ലാക്ക് പീപ്പിളിൻ്റെ അവസ്ഥ. അവർക്ക് അവരുടെ ലേബറിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല. അവരെ കൊണ്ടിട്ട് ജോലി ചെയ്യിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം, വളരെ ബെൻഡ് ചെയ്ത് യെസ് മാം എന്നോ അല്ലെങ്കിൽ യെസ് സാറെന്നോ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് ബ്ലാക്ക് പീപ്പിൾ അല്ലെങ്കിൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഫെമിനിസത്തിൻ്റെ പോയിന്റ്സ് വരുന്നത്? രണ്ട് ടൈപ്പ് ഓഫ് ഒപ്രഷനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇവിടെ ഡബിൾ ഒപ്രഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ മായ ഏഞ്ചലോ എന്ന് പറഞ്ഞ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള തീംസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ റേഷ്യൽ അല്ലെങ്കിൽ കളർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഒപ്രഷൻ്റെ ഹൊററാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്ന് പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ കീഴിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നതും, രണ്ടാമത്തെന്ന് വെച്ചാൽ വൈറ്റ് പീപ്പിളിൻ്റെ കീഴിൽ ബ്ലാക്ക് പീപ്പിൾ ഫേസ് ചെയ്യുന്ന സപ്രഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് വേവിലുള്ള ഒരു കൈൻഡ് ഓഫ് തിയറിയാണ് നമ്മൾ, സൈമൺ ടി ബെവ്യൂറിൻ്റെ തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് വേവിൻ്റെ ആ ഒരു സൈമൺ ടി ബെവ്യൂറിൻ്റെ ബുക്കിനകത്ത് എന്താ പറയുന്നത്, വൺ ഇസ് നോട്ട് ബോൺ എ വുമൺ ബട്ട് ബിക്കംസ് വൺ. അതായത് സ്ത്രീകളെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്, സ്റ്റീരിയോടിപ്പിക്കൽ നോംസിനനുസരിച്ച് ബിഹേവ് ചെയ്യണമെന്ന് പേട്രിയാർക്കൽ സൊസൈറ്റി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അല്ലാതെ അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് ഇവർക്കില്ല. പൊളിറ്റിക്കലി, റിലീജിയസ്ലി, സോഷ്യലി ആണ് വെച്ച് നോക്കുവാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഓരോ റോള് ഇവർ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെയിൽ ഓറിയന്റഡ് സൊസൈറ്റി. ആ ഒരു ഹൊറർ ഓഫ് സപ്രഷനാണ് ഇതിനകത്ത് ഇവർ ഫേസ്
ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവർക്ക് ഇവരുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത കണക്ക് തോന്നുന്നത്, ഒരു ബിഗ് ജോക്കായിട്ട് തോന്നുന്നത്. ആൻഡ് പേട്രിയാർക്കി എന്താണ് ഈ സെക്ഷൽ ഡിഫറൻസ് വെച്ചിട്ടാണ് ഇനിക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് സെക്ഷുവലി ബയോളജിക്കലി നിങ്ങൾ തമ്മിൽ ബോഡീസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് വിമൻ എന്ന് പറയുന്നത് അൺഈക്വൽ ആണ് മെന്നുമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സെക്സ് ആൻഡ് ജെൻഡർ ഡിഫറൻസിനെ കുറിച്ചും ഇവിടെ സംസാരിക്കുക. ആൻഡ് ജെൻഡർ എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നും ഇതിനകത്ത് പറയുക. ഓക്കെ, ഇത് മെയിൽ ഓറിയന്റഡ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ സുപ്പീരിയോറിറ്റിക്ക് വേണ്ടിയാണ്. ആൻഡ് അത് മാത്രമല്ല, എനിക്ക് നടക്കാൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുമ്പോൾ അവരെന്നെ പിടിച്ച് നടത്തുകയും എനിക്ക് പാട്ട് പാടാൻ തോന്നുമ്പോൾ അവരെന്നെ പിടിച്ച് സംസാരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നതും അത് തന്നെയാണ്. അതായത് അവരെ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നും ഇവർ സമ്മതിക്കുന്നില്ല. അതായത് ഒരു സ്ത്രീയുടെ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ പോലും ഈ പേട്രിയാർക്കിക്കൽ സൊസൈറ്റി ഡിനൈ ചെയ്യുന്നു എന്നാണ് പോയത്തിനകത്ത് പറയുന്നത്. ഡാൻസിങ്ങും സിംഗിങ്ങും എല്ലാം ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ആണ്, അതെല്ലാം മെയിൽ ഓറിയന്റഡ് സൊസൈറ്റിക്ക് വേണ്ടി മാത്രമുള്ളതെന്നാണ് ഇവരുടെ ഒരു വെപ്പ്. അപ്പോൾ ഈസ്തെറ്റിക് ആണെങ്കിലും ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നതാണെങ്കിലും എല്ലാം മെന്നിന് വേണ്ടി മാത്രമുള്ളതാണ്. അതെന്ന് പറയുന്നത് മെന്നാണല്ലോ പബ്ലിക് സ്പിയറിൽ ഇങ്ങനെ എന്താ പറയുക എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സ്ത്രീ അങ്ങനെ ചെയ്താൽ, ആർട്ടിസ്റ്റിക്കലി എക്സ്പ്രസ് ചെയ്താൽ അവരൊരു ബാഡ് വുമണായി മാറും എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് മാത്രമല്ല, സ്ത്രീകൾ ഒരിക്കലും പബ്ലിക് സ്പിയറിൽ വരാൻ പാടില്ല. അവർ ഡൊമസ്റ്റിക് ലൈഫിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പിയറിൽ വേണം അവർ നിൽക്കാൻ എന്നും ഇത് കാണിക്കുന്നു. ഓക്കെ, ഇനി ബ്ലാക്ക് വുമൺ ഫേസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഓപ്പറേഷൻസിനെ കുറിച്ചും ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് സെൽഫ് എസ്റ്റീം ഇല്ലാതെ ഒരു സ്ലേവിനെ പോലെയാണ് ഒരു ബ്ലാക്ക് സ്ത്രീ നിൽക്കുന്നത്. അതുപോലെ തന്നെ അവർ പിന്നെന്താണ് യെസ് മാം എന്നാണ് കുട്ടികളെ പോലും അവർ ജോലി ചെയ്യുന്ന അതായത് അവർ കുട്ടികൾക്ക് വേണ്ടിയും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പോലും യെസ് മാം എന്നാണ് വിളിക്കേണ്ടത്. അവരെ ഇൻഫീരിയറായിട്ടും നെഗറ്റീവായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, അപ്പം 60 വർഷമായിട്ട് പോലും ഒരു സെൽഫ് എസ്റ്റീമും ഈ സ്ത്രീകൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ പിന്നെന്താ പറയുക, അവരുടെ ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ചിരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ആ ഒരു ഡാർക്ക്നെസ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ആ ഒരു എന്താ പറയുക ഒരു ചാൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അവർ ജോക്കായിട്ട് എടുത്ത് അവർ ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷനെ ഓർത്ത് ചിരിക്കുക എന്ന് പറയുന്നത് പോലും എന്താണ് ഒരു കൈൻഡ് ഓഫ് ഫ്രീഡമാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു റിബല്യസ് ആക്ട് ആണ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി ഒപ്രഷൻ. അപ്പം ഫെമിനിസ്റ്റിക് തീംസ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫെമിനിസ്റ്റിക് തീംസ് ആണുള്ളത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൈമൺ ടി ബിവറിൻ്റെ തിയറി വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും എന്താണ് ആ ഒരു സെക്കൻഡ് സെക്സ് എന്നുള്ള വർക്കിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോയത്തിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി എങ്ങനെയാണ് സൈമൺ ടി ബിവർ ആരാണെന്നും ആ വർക്കിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, സെക്സ് ആൻഡ് ജെൻഡർ കൺസ്ട്രക്റ്റിൻ്റെ ഡിഫറൻസ് എന്താണെന്നും ബ്ലാക്ക് വുമൺ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു സ്ത്രീ എന്താണ് പേട്രിയാർക്കൽ സൊസൈറ്റി ഫേസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഇസ് ഫെമിനിസം പറയണം, 3 waves ഓഫ് ഫെമിനിസം പറയുക, ഇമ്പോർട്ടൻറ്റ് വർക്ക്സിനെ കുറിച്ച് പറയുക, ദെൻ കമ്മിങ് ബാക്ക് ടു മായ ഏഞ്ചലോ ആസ് എ ഫെമിനിസ്റ്റിക് റൈറ്റർ എങ്ങനെയാണെന്ന് പറയുക. മോസ്റ്റ്ലി അവരുടെ ബുക്സ് എന്ന് പറയുന്നത് എല്ലാം ഫെമിനിസ്റ്റിക് തീംസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് അവർ ഫുൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് വേണം ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകാൻ വേണ്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ഫിലോസഫി ഫോർ ലിറ്ററേച്ചർ കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.